ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മഹാഭാഗവതത്തിലെ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. യുധിഷ്ഠിരൻ്റെ രാജസൂയവും അതുപോലെ തന്നെ ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം സ്വീകരിക്കുകയും അതിനുശേഷം ശിശുപാലനെ വധിക്കുകയും ചെയ്ത ആ വിശേഷപ്പെട്ട ഭാഗമാണ്. വളരെ വളരെ ശ്രേഷ്ഠമായ ഭാഗമാണ്. കാരണം കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചിട്ട് തൻ്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുവാൻ ആരംഭിക്കുന്ന അപൂർവം ചില സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു സന്ദർഭമാണ് ഈ ശിശുപാല വധവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കേൾക്കണം. കാരണം ആ ഒരു ഭഗവാന്റെ ഭാവപകർച്ച അത് കേട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മഹാരാജസൂയം ഒക്കെ കഴിഞ്ഞു, ആ മഹായജ്ഞം കഴിഞ്ഞു. ആ മഹായജ്ഞത്തിൽ ശിശുപാലൻ വധിക്കപ്പെട്ടു. ആ കാര്യം അവൻ്റെ സുഹൃത്തും ബന്ധുവുമായ സ്വാലൻ എന്ന രാജാവ് അറിയുകയാണ്. കൃഷ്ണനോട് പണ്ടേ വൈരാഗ്യവും ദേഷ്യവുമുള്ള ആളായിരുന്നു ഈ സ്വാലൻ. തൻ്റെ ശത്രുവായ കൃഷ്ണൻ തൻ്റെ ഉറ്റ സ്നേഹിതനും ബന്ധുവുമായ ശിശുപാലനെ വധിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ വൈരാഗ്യം ഒന്നുകൂടി വർദ്ധിച്ചു. ഇനി ആ കൃഷ്ണനെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവനെയും അവൻ്റെ വംശത്തെയും ഏതു വിധവും വകവരുത്തണം എന്ന് ചിന്തിക്കുകയാണ് ഈ സ്വാലൻ. പക്ഷേ ഈ സ്വാലന് ഒരു ബോധ്യമുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും കൃഷ്ണനെ കൊല്ലാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശിവനെ തപസ്സു ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കൈലാസത്തിൽ എത്തിച്ചേരുകയും അവിടെ ഇരുന്നു കൊണ്ട് ഏകാഗ്രതയോടുകൂടി തപസ് ആരംഭിക്കുകയും ചെയ്തു. അഗ്നിസമാനം കത്തിജ്വലിക്കുന്ന കൊടും വെയിലത്ത്, ആ കൊടും വെയിലത്ത് തപസ് ചെയ്യുകയാണ് സ്വാലൻ. ഈ സ്വാലൻ ആ കൊടും വെയിലത്ത് തപസ് ചെയ്യുമ്പോൾ ഈ സ്വാലന്റെ ചുറ്റിനും ഒരു വലിയ ഒരു അഗ്നികുണ്ഡം സ്ഥാപിച്ചിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ അഗ്നികുണ്ഡം. അതിൻ്റെ നടുക്കു നിന്നുകൊണ്ടാണ് ഇദ്ദേഹം തപസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷം ഉറക്കവും ആഹാരവും എല്ലാം വെടിഞ്ഞിട്ട്, അതായത് നിദ്രയും ആഹാരവും ജലപാനവും പൂർണ്ണമായി വെടിഞ്ഞ് അങ്ങനെ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ്. ഈ സ്വാലന്റെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഈ കൊടും തപസ്സു കണ്ട് മഹേശ്വരൻ സന്തുഷ്ടനായി. അങ്ങനെ മഹാദേവൻ ശ്രീ പാർവതീദേവിയും ഒരുമിച്ച് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തപസ് മതിയാക്കൂ, എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. സാലൻ സർവേശ്വരനായ മഹേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഉണർത്തിക്കുകയാണ്, ഭക്തവത്സല, മനുഷ്യന്മാരിലോ ദേവാസുര ഗന്ധർവ കിം പുരുഷന്മാരാലോ പക്ഷി മൃഗാദികളാലോ മനുഷ്യനിർമ്മിതങ്ങളായ ആയുധങ്ങളാലോ അടിയൻ വധിക്കപ്പെടരുത്. അതാണ് എൻ്റെ ആവശ്യം. അതായത് മനുഷ്യരാൽ വധിക്കപ്പെടരുത്, ദേവന്മാരാൽ വധിക്കപ്പെടരുത്, അസുരന്മാരാൽ വധിക്കപ്പെടരുത്, ഗന്ധർവന്മാരാൽ കിം പുരുഷന്മാരാൽ പക്ഷി മൃഗാദികളാൽ മനുഷ്യനിർമ്മിതങ്ങളായ ആയുധങ്ങളാൽ ഒന്നും തന്നെ അടിയൻ വധിക്കപ്പെടരുത്. അതിനു പുറമെ നോക്കിയാൽ ആർക്കും കാണാൻ പാടില്ലാത്തതും ആകാശത്തിൽ എവിടെയും സഞ്ചരിക്കാവുന്നതുമായ ഒരു മായാവിമാനം അത് അടിയന് നൽകുകയും ചെയ്യണം. ഇതാണ് എൻ്റെ വരം, എനിക്ക് ആവശ്യമുള്ളത് എന്ന് ഈ സ്വാലൻ ചോദിക്കുന്നു. അങ്ങനെ സ്വാലൻ ചോദിച്ച വരങ്ങൾ
സാംബശിവൻ അവന് ദാനം ചെയ്തു. മായയാൽ നിർമ്മിതമായ ഒരു മായാവിമാനം ശിവൻ ഈ സ്വാലന് കൊടുക്കുന്നു. സാക്ഷാൽ ജഗത്കാരണ പുരുഷനായ ശ്രീകൃഷ്ണനാണ് അവന്റെ ശത്രുവെന്നും ആ മഹാശൈലത്തിൽ ചെന്ന് തലയടിച്ച് അവൻ സ്വയം നശിച്ചു കൊള്ളുമെന്നും ആ നിമിഷം തന്നെ പരമശിവൻ ചിന്തിക്കുകയും ചെയ്തിരുന്നു. കാരണം വരം കൊടുത്ത സമയത്തു തന്നെ എങ്ങനെ ഇവനെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയും ശിവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് സാരം. പാപികളുടെ ലക്ഷണമാണത്. മറ്റൊരാളെ നശിപ്പിക്കുവാൻ വേണ്ടി കഠിനമായി തപസ്സു ചെയ്തിട്ട് താൻ തന്നെ ആപത്തിലാവുകയും ചെയ്യും. അത് പാപികളുടെ ലക്ഷണമാണ്. മറ്റൊരാളെ നശിപ്പിക്കുവാൻ വേണ്ടി സ്വയം കുഴിയിൽ ചാടുന്നത് പോലെ. അങ്ങനെ വരമൊക്കെ വാങ്ങി മതോന്മത്തനായി തന്നെ ജയിക്കുവാൻ ഇനി ലോകത്താരുമില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടി ഈ സ്വാലൻ തൻ്റെ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. രാജധാനിയിൽ വന്നു കയറിയ ഉടനെ തന്നെ ദ്വാരകയിൽ ശ്രീകൃഷ്ണനുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരിക്കുകയാണെന്നും തിരിച്ചു വന്നിട്ടില്ല എന്നും സ്വാലന് അറിവ് കിട്ടുന്നു. ഇത് തന്നെ യുദ്ധത്തിനു തക്ക അവസരം എന്ന് കണ്ടിട്ട് അവൻ അപ്പോൾ തന്നെ തൻ്റെ വമ്പിച്ച പടകളോടും കൂടി മായാരഥത്തോടും കൂടി ദ്വാരാവതിയെ വന്ന് ആക്രമിക്കുന്നു. ബലരാമനും പ്രദ്യുമ്നനും കൂടി അവനോട് യുദ്ധം ചെയ്യുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം സ്വാല സൈന്യത്തെ ഒട്ടുമുക്കാലും നശിപ്പിക്കുകയും ചെയ്തു. ശേഷിച്ച സൈന്യങ്ങൾ നാഥനില്ലാത്ത പടയെ പോലെ ഛിന്ന ഭിന്നമായി പതറിപ്പോവുകയും ചെയ്തു. അക്ഷൗണിയും പിന്തിരിഞ്ഞ് അപ്രത്യക്ഷമായി. ആ സമയം സ്വാലൻ അവരെ എല്ലാവരെയും സ്വരൂപിച്ചു കൂട്ടി സമർത്ഥമായ തൻ്റെ നേതൃത്വത്തിൽ വീണ്ടും യുദ്ധം തുടരുന്നു. അതോടൊപ്പം വിമാനത്തിൽ ആകാശയുദ്ധവും ആരംഭിച്ചു. അതായത് മായാവിമാനത്തിൽ ആകാശയുദ്ധവും ആരംഭിച്ചു. ആ സമരത്തിൽ ഇരുപക്ഷക്കാർക്കും വളരെയേറെ നാശം സംഭവിക്കുകയും ചെയ്തു. സ്വാലന്റെ അമ്പേറ്റ് പ്രദ്യുമ്നൻ മൊഹാലസ്യപ്പെട്ട് ഒരു സമയം മൊഹാലസ്യപ്പെട്ട് രഥത്തിൽ വീണപ്പോൾ സാരഥി രഥം പിറകോട്ട് ഓടിച്ചു മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രഥം പുറകോട്ട് മാറിയിരിക്കുന്നതായി പ്രദ്യുമ്നന് മനസ്സിലാവുകയും, അതായത് ബോധം വീണ സമയത്ത് രഥം യുദ്ധക്കളത്തിൽ നിന്നും മാറി നിൽക്കുന്നതായി പ്രദ്യുമ്നന് മനസ്സിലാവുകയും കൃഷ്ണന്റെ പുത്രൻ പ്രദ്യുമ്നൻ തേരാളിയോട് ചോദിക്കുകയും ചെയ്തു, അല്ലയോ സൂത, യുദ്ധത്തിൽ തേര് പിന്തിരിച്ചോടിച്ചത് നമുക്ക് അപമാനകരമല്ലേ? നാം ഭീരുക്കളെന്ന് ചൊല്ലി ശത്രുക്കൾ നമ്മെ ആക്ഷേപിക്കുകയില്ലേ? നീ ചെയ്തത് ശരിയായില്ല. യദുവംശത്തിൽ ആരെങ്കിലും യുദ്ധമധ്യേ പിന്തിരിഞ്ഞോടുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് രഥം ശത്രുക്കളുടെ മധ്യേ കൊണ്ടുചെന്ന് നിർത്തുക. അച്ഛനില്ലാത്ത തക്കം നോക്കിയാണ് അവൻ വന്നിരിക്കുന്നത്. അച്ഛനില്ലെങ്കിലും അവനോട് ചെറുത്തു നിൽക്കുവാൻ അച്ഛൻ്റെ മക്കൾ ഇവിടെയുണ്ട് എന്ന് അവനെ ധരിപ്പിക്കണമെന്ന് പ്രദ്യുമ്നൻ പറയുന്നു. അത് കേട്ടതും സാരഥി ധൈര്യത്തോടു കൂടി രഥം ശത്രുക്കളുടെ നടുക്കു കൊണ്ടുവന്ന് നിർത്തുന്നു. പിന്നീട് ഈ സ്വാലനും പ്രദ്യുമ്നനും തമ്മിൽ 27 ദിവസം അതിഘോരമായ യുദ്ധമാണ് നടന്നത്. ആ സമയം ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന കൃഷ്ണൻ ചില ദുർനിമിത്തങ്ങൾ കാണുകയും പെട്ടെന്ന് തന്നെ ധർമ്മപുത്രരോട് യാത്രയും ചൊല്ലി ദ്വാരകയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. രാജധാനിയിൽ വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് സ്വാലനും പ്രദ്യുമ്നനും തമ്മിൽ നടക്കുന്ന ഉഗ്രമായ യുദ്ധമാണ്. ഉടൻ തന്നെ കൃഷ്ണൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കൃഷ്ണൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. പുത്രനെ പുറകോട്ട് മാറ്റി കൃഷ്ണൻ സ്വാലനുമായി യുദ്ധം ചെയ്യുന്നു. താൻ അന്വേഷിച്ചു വന്ന കള്ളൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി
സ്വാലൻ ഒരു വലിയ ഗദയുമെടുത്ത് ഗരുഡവാഹനന്റെ നേർക്കെറിഞ്ഞു. കൃഷ്ണന്റെ നേർക്ക് ഗദയെടുത്തെറിയുകയാണ് ആ ദുഷ്ടൻ. ശ്രീകൃഷ്ണൻ അത് തടുത്തു. അതോടുകൂടി ആ ഗദ പൊട്ടിച്ചിതറിപ്പോയി. അതിനുശേഷം ഒരു ദിവ്യമായ അമ്പെടുത്ത് മന്ത്രിച്ച് സ്വാലന്റെ നേർക്ക് തിരിച്ച് എയ്യുകയും ചെയ്തു. അത് ഖണ്ഡിച്ചു കളഞ്ഞു സാലൻ. എന്നിട്ട് ഈ ദുഷ്ടൻ നോക്കിയപ്പോൾ ഭഗവാൻ വാസുദേവന്റെ കൗമോദകം എന്ന ഗദ എവിടെ ഇരിക്കുന്നു? അടുത്തുള്ള വാഗമരത്തിലിരിക്കുന്നു. ഇവൻ ഒരമ്പെടുത്ത് എയ്ത് കൗമോദകം എന്ന ഗദയെ താഴെ വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഹേ യാദവ, അതിയോഗ്യനായിരുന്ന ശിശുപാലനെ നീ ചതിച്ചു കൊന്നു. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് നേരിട്ടു നിന്ന് പോരാടുക. അരനാഴിക നേരം കൊണ്ട് നിന്നെ ഞാൻ കൊന്നുകളയും. ഈ സ്വാലനെ നിനക്കറിയില്ല. ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുകയാണ് ഈ ദുഷ്ടൻ. ഈ വെല്ലുവിളിയൊക്കെ കേട്ടപ്പോൾ കൃഷ്ണൻ മന്ദഹസിക്കുന്നു. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ്, ഹേ ലോകജേതാവേ, ഇന്ദ്രസിംഹാസനത്തിന് അർഹനായിട്ടുള്ള നിനക്ക് ദ്വാരകയിലെ നിസ്സാരമായ സിംഹാസനത്തിന്റെ ആവശ്യം എന്താണ്? പിന്നെ ഒരു കാര്യം, യമലോകത്തിലേക്ക് ഞാൻ പോകുമ്പോൾ കൂടെ നിന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അവിടെ നരകത്തിൽ കിടക്കുന്നവർക്ക് ദാസ്യവേല ചെയ്യാൻ ആളില്ല എന്നറിഞ്ഞു. അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. യുദ്ധം ചെയ്യൂ. വെറുതെ വാചക കസർത്തു നടത്തുന്നത് എന്തിന്? ഇങ്ങനെ കൃഷ്ണൻ ഇവനോട് പറയുന്നു. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വാലൻ അപ്രത്യക്ഷനായി. മഹേശ്വരൻ നൽകിയ മായാ വിമാനത്തിൽ കയറി അവൻ ആകാശത്തിൽ മറഞ്ഞു കളഞ്ഞു. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലേക്ക് ഒരു കൊച്ചു കുട്ടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, അമ്മ പറഞ്ഞയച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടുത്തെ അച്ഛനെ സാലൻ ബന്ധിച്ചു കൊണ്ടുപോയി. അവിടുത്തെ അമ്മ അന്തഃപുരത്തിൽ കിടന്ന് തല തല്ലി അടിച്ച് കരയുന്നു എന്ന് പറയുന്നു. ഈ കുട്ടി വന്ന് പറയുകയാണ്, ബലഭദ്രൻ, പ്രദ്യുപ്നൻ, സാമ്പൻ, സാത്യകി, ഉദ്ധവർ മുതലായ മഹാരഥന്മാരുടെ മധ്യത്തിൽ നിന്ന് പിതാവിനെ സ്വാലൻ ബന്ധിച്ചു കൊണ്ടുപോവുകയോ? അതിനാണോ അവൻ മറഞ്ഞത്? ഇതെങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ കൃഷ്ണൻ ചിന്തിക്കുകയാണ്. അതായത് ഈ കുട്ടി വന്ന് പറഞ്ഞത് ശരിയാണോ? ഇത്രയും ശ്രേഷ്ഠന്മാർ, ഇത്രയും യോദ്ധാക്കന്മാർ ഒക്കെ ഉണ്ട്. അവരുടെ മധ്യത്തിൽ നിന്ന് എങ്ങനെ ഇവൻ അങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിനു വേണ്ടിയിട്ടാണോ അവൻ മറഞ്ഞത്? ഇങ്ങനെ ഭഗവാൻ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആകാശത്തു നിന്നും ഒരു അശരീരി കേൾക്കുന്നു. അത് കേട്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കുന്നു. തൻ്റെ പിതാവിനോട് കൂടി സ്വാലൻ ആകാശത്തിൽ നിൽക്കുന്നു. എടാ കള്ള, നിന്റെ പിതാവിനെ ഞാനിപ്പോൾ ഈ നിമിഷം വധിക്കുന്നതാണ്. നീ കണ്ണു തുറിച്ചു നോക്കി നിൽക്ക്. സ്വന്തം അച്ഛനെ മറ്റൊരുത്തൻ വധിക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കുന്ന നിസാരനായ ഒരു പുത്രനാണ് നീ. അതിനുള്ള അവസരം ഞാൻ നിനക്ക് നൽകുന്നു. നീ കണ്ണു തുറന്ന് നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാലൻ
തൻ്റെ വാളെടുത്ത് വസുദേവരെ വെട്ടി കഷ്ണം കഷ്ണമാക്കി താഴത്തേക്കിടുന്നു. സർവജ്ഞനായ ഭഗവാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭഗവാന്റെ മുമ്പിൽ വെട്ടിമുറിക്കപ്പെട്ട അച്ഛന്റെ ശവശരീരം മുമ്പിൽ കിടന്ന് പിടയ്ക്കുന്നു. കൃഷ്ണന് ജ്ഞാനബോധം ഉദിക്കുന്നു. വെറും മായയാണ്, വെറും മായ. ഇതെല്ലാം ഇവന്റെ മായാജാലം മാത്രമാണ് എന്ന് കൃഷ്ണന് മനസ്സിലാകുന്നു. അതോടുകൂടി ഭഗവാന്റെ തിരുവുടൽ ആകെ വിറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ രക്തവർണമായി തീക്കട്ട പോലെ ജ്വലിക്കുന്നു. ആ സമയം ഭഗവാന്റെ തൃക്കരത്തിൽ എന്തെത്തിച്ചേർന്നു? സുദർശന ചക്രം എത്തിച്ചേർന്നു. ഭഗവാന്റെ ചക്രം ആകാശത്തിലേക്ക് ഉയർന്ന് മായാരൂപത്തിൽ നിന്നിരുന്ന ആ സ്വാലന്റെ കണ്ഠം മുറിച്ച് അവന്റെ ഉടലും തലയും വേറെ വേറെയായി ദൂരത്തേക്ക് തെറിപ്പിക്കുന്നു. അങ്ങനെ ആ ദുഷ്ടൻ കാലപുരി പോകി. ശ്രീകൃഷ്ണ ഭഗവാനെ വെറും നിസ്സാരനായി കരുതിയ സാലൻ എന്ന ദുഷ്ടൻ അതോടുകൂടി മരണപ്പെടുകയും ചെയ്തു. ഭഗവാന്റെ തൃക്കരത്താൽ തന്നെ അവന് മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്വാലൻ വധിക്കപ്പെട്ടു എന്ന വിവരം മറ്റൊരുത്തൻ അറിയുന്നു. അവനാണ് ദന്തവക്ത്രൻ. ഈ ദന്തവക്ത്രൻ കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ മറ്റൊരനുജത്തിയുടെ മകനാണ്. അതായത് കൃഷ്ണന്റെ അച്ഛൻ പെങ്ങളുടെ മകൻ. അവനും ശിശുപാലനെ പോലെ തന്നെ ചെറുപ്രായം മുതൽ തന്നെ കേശവനോട് വൈരാഗ്യമുള്ളവനായിരുന്നു. എടാ ഗോപാല, ഇടയ കുലത്തിൽ ജനിച്ച നീ ആളറിയാതെ കുറേ കിടന്ന് അഹങ്കരിക്കുന്നുണ്ട്. ആ അഹങ്കാരം ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ദന്തവക്ത്രനാണ് പറയുന്നത്, നിന്റെ അച്ഛൻ പെങ്ങളുടെ മകൻ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വരികയാണ്. ഇങ്ങനെ ദുഷ്ടവാക്കുകൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇരുമ്പു ഗദയെടുത്ത് ഭഗവാന്റെ തലയ്ക്ക് അടിക്കാനായി ശ്രമിക്കുന്നു ഈ ദന്തവക്ത്രൻ. ആ അടി ഭഗവാൻ തടയുകയും തൻ്റെ ഗദ കൊണ്ട് ആ ദുഷ്ടന്റെ തലയ്ക്ക് നന്നായി ഒന്ന് അടിക്കുകയും ചെയ്തു. അതോടുകൂടി അവന്റെ തല പിളരുകയും അവൻ മരിച്ച് നിലത്തു വീഴുകയും ചെയ്തു. ആ സമയം ഒരു പ്രഭ അവനിൽ നിന്നും പുറത്തേക്ക് വരികയും ആകാശത്തേക്ക് പോവുകയും പിന്നീട് താഴോട്ടിറങ്ങി വന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തൃപ്പാദങ്ങളിൽ വന്ന് വിലയം പ്രാപിക്കുന്നതും കാണികൾക്ക് കാണാനായിട്ട് സാധിച്ചു. അവരെല്ലാം അത് കണ്ട് അതിശയിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വൈകുണ്ഠ ഗോപുരത്തിന്റെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ സനകാദി മുനികളുടെ ശാപമനുസരിച്ചിട്ട് 3 ജന്മങ്ങളിൽ അസുരന്മാരായി പിറന്നിരുന്നു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, രാവണനും കുംഭകർണനും, ശിശുപാലനും ദന്തവക്ത്രനും. അങ്ങനെ അവര് ജന്മമെടുക്കുകയും ഭഗവാന്റെ കയ്യാൽ തന്നെ മരണമടയുകയും ചെയ്തു. അതാണ് അവരുടെ ശാപവും ശാപമോക്ഷവും. 3ാമത്തെ ജന്മത്തോടുകൂടി പുനർജന്മമില്ലാതെ അവര് വിഷ്ണുപദം പ്രാപിച്ചതിന്റെ ലക്ഷണമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അവരുടെ മരണവേളയിൽ അവരിൽ നിന്നും ഒരു ദിവ്യമായ പ്രഭ ഉണ്ടാവുകയും അത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ന് വിലയം പ്രാപിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അങ്ങനെ ശാപം ബാധിച്ചിരുന്ന ജയവിജയന്മാർക്ക് അതോടുകൂടി അന്തിമമായി ഭഗവാൻ സായുജ്യവും നൽകുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ജ്യേഷ്ഠന്റെ മരണവാർത്ത കേട്ട് ദന്തവക്ത്രന്റെ അനുജനായ വിഡുരഥൻ
കോപത്തോടു കൂടി കൃഷ്ണനോട് യുദ്ധത്തിനൊരുങ്ങുകയും ആ യുദ്ധത്തിൽ അവനും യമലോകം പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതൊക്കെ പിന്നീടുണ്ടായ ഭഗവാന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഈ ജയവിജയന്മാരുടെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് എന്തിനാണ് അവർക്ക് അങ്ങനെ ഒരു ശാപം കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് ശാപമോക്ഷം കിട്ടുകയാണ് ഇവിടെ ചെയ്തത്. അങ്ങനെ ശാപമോക്ഷമൊക്കെ നേടി ജയനും വിജയനും ഇപ്പോഴും വൈകുണ്ഠത്തിന് കാവൽ നിൽക്കുന്നു. നമ്മൾ തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ ജയനെയും വിജയനെയും കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് 2 പ്രതിമകളാണ് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ജയനും വിജയനും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ കഥകളൊക്കെ ഓർമ്മ വരും. മഹാഭാഗ്യവാന്മാരാണ്. ഭഗവാന് കാവൽ നിൽക്കുന്നു. ഭഗവാന്റെ കയ്യാൽ തന്നെ മോക്ഷം ലഭിക്കുകയും ചെയ്തു. എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് ഈ ജയനും വിജയനുമെന്ന് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് ജയനെയും വിജയനെയും കാണുമ്പോൾ നിങ്ങൾ ഈ കഥയൊക്കെ ഓർക്കണം. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. പിശുക്കില്ലാതെ ഭഗവാനെ സ്നേഹിച്ചു കൊള്ളുക. ഭഗവാൻ അതിൻ്റെ 1000 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും. നാരായണ നാരായണ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ.